ഇത് ചേട്ടന്റെ ആണോ? പിന്നല്ലാതെ. ചേട്ടാ, ഇത് നമുക്കൊന്ന് പ്രദർശിപ്പിച്ചാലോ? എടുത്തോ, പക്ഷെ തിരിച്ചു തരണം. പ്രദർശിപ്പിക്കാനാണെങ്കിൽ വേറെയും കുറെ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, എന്റെ അപ്പൂപ്പൻ മണലും മരപ്പശയും ചേർത്തുണ്ടാക്കിയ പാത്രമാ. ഇതാ അപ്പൂപ്പന്റെ വഞ്ചി, പുല്ലുകൊണ്ട ഉണ്ടാക്കിയതാ. ഹിഹി, അതും കൊള്ളാം. എല്ലാം കൂടി നമുക്ക് പൊക്കാൻ പറ്റില്ല. ഞാൻ ഷെരുവിനെ വിടാം. ഷെരുവിനെ കാണാനില്ലല്ലോ. ആ, വരുന്നുണ്ട്. എടോ, താൻ കരടിച്ചേട്ടന്റെ ഗുഹയിൽ പോയി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. ഒരു തണ്ണിമത്തൻ, ഒരു പാത്രം, ഒരു വഞ്ചി. ഇതൊക്കെ കൂടി ഞാൻ എങ്ങനെ കൊണ്ടുവരും? എളുപ്പമല്ലേ. ആദ്യം തണ്ണിമത്തൻ എടുത്ത പാത്രത്തിൽ വെക്കാം. പിന്നെ പാത്രം എടുത്ത വഞ്ചിയിൽ വെക്കാം. എന്നിട്ട് വഞ്ചി എടുത്ത് തലയിൽ വെക്കാം. ഹിഹി, ഈ എളുപ്പ വഴിയിലൂടെ ഏത് വലിയ ഭാരവും എടുക്കാം. ഹിഹി, എന്തു പറഞ്ഞാലും പിന്നെ സമ്മതിച്ചോളൂ. കിട്ടി സൂത്ര, താൻ പറഞ്ഞ എളുപ്പവഴി ഉഗ്രനാ. പറഞ്ഞതിലും കൂടുതൽ ഭാരം ഞാൻ എടുത്തു. ആദ്യം വഞ്ചിക്കകത്ത് പാത്രം വെച്ചു, പാത്രത്തിനകത്ത് തണ്ണിമത്തൻ വെച്ചു. തണ്ണിമത്തനകത്ത് പ്രദർശനം കാണാൻ കുറച്ച് കാണികളെയും കയറ്റി.